ഹനുമാൻ ചാലീസയിൽ 20-ാമത്തെ ശ്ലോകം. ദുർഗമ കാജ് ജഗത്ത് കേ ജയത്തെ സുഗമ അനുഗ്രഹ തുഹരേ തേതെ. നമ്മൾക്കൊരിക്കലും ഒരു പരിഹാരമില്ല എന്ന് തോന്നുന്ന നമ്മുടെ പ്രശ്നങ്ങളാണ് ദുർഗം കാജ് എന്നുകൊണ്ട് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ദുർഘടമായ ക്ലേശങ്ങൾ എന്തുണ്ടെങ്കിലും അതിനെല്ലാം ഹനുമാൻ സ്വാമിയുടെ കൃപയുണ്ടെങ്കിൽ പരിഹാരവും ഉണ്ടാകും എന്ന് പറയുന്നു. സങ്കടമോചകനായ ഹനുമാനെയാണ് അവതരിപ്പിക്കുന്നത്. ജഗത്ത് ഗച്ഛതി, ഇത് ജഗത്ത്. എന്താണോ ഗമിക്കുന്നത് അതാണ് ജഗത്ത്. നിരന്തരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ജഗത്ത് എന്ന് പറയുന്നത് ഭയങ്കരമായ ദുഃഖങ്ങൾക്കും വ്യസനത്തിനൊക്കെ കാരണമാകുന്നത് കൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുന്നവരിലേക്കും ഒരുപാട് പ്രതിസന്ധികളും ദുർഘടങ്ങളും ഉണ്ടാകും എന്നാണ് മഹാത്മാക്കൾ പറയുന്നത്. സുഗമ അനുഗ്രഹ തുഹരേ തേതെ. അത് ഹനുമാൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അതെല്ലാം വളരെ സുഗമമായി തീർന്നു പോകും. ഹനുമാൻ പുറമേക്ക് ശ്രീരാമദാസനായിട്ടാണ് അറിയപ്പെടുന്നത് എങ്കിലും അകമേ അദ്ദേഹം ആത്മസ്വരൂപനാണ്. അതുകൊണ്ട് തന്നെ ഹനുമാൻ്റെ അനുഗ്രഹം എന്നാൽ ശ്രീരാമദേവൻ്റെ അനുഗ്രഹം തന്നെയാണ്. ഹനുമാൻ്റെ അനുഗ്രഹം കൊണ്ട് ദുർഘടങ്ങൾ അകന്നുപോയ ഒരു ഉദാഹരണമാണ് തുളസീദാസിൻ്റെ ജീവിതം. അദ്ദേഹം ജയിലിലായ സമയത്ത് ഓരോ ദിവസം ഓരോ ദോഹ എഴുതി അങ്ങനെ 40-ാമത്തെ ദോഹ കംപ്ലീറ്റ് ആയ ഉടനെ ഒരു വലിയ വാനര സൈന്യം ആ കോട്ടയും നഗരവും ആക്രമിച്ച് നാശം സൃഷ്ടിക്കാൻ തുടങ്ങി എന്നാണ്. ഇത് കണ്ട് ഹനുമാൻ സ്വാമിയുടെ കോപമാണ് വാനരന്മാരുടെ ആക്രമണമെന്ന് മനസ്സിലാക്കുന്ന അക്ബർ ചക്രവർത്തി ഉടനെ തന്നെ തുളസീദാസിനെ നിരുപാധികം വിട്ടയക്കുകയും ആ നിമിഷം തന്നെ വാനര സൈന്യം അവിടെ വിട്ടു പോവുകയും ചെയ്തു എന്നാണ് കഥ. 21-ാമത്തെ ദോഹ. രാമദ്വാരെ തുമരഖവാരെ ഹോത്തനാജ്ഞ ബിനുപൈസാരെ. രാമകവാടത്തിലെ ദ്വാരപാലകനാണ് ഹനുമാൻ. ഹനുമാൻ്റെ കൃപയില്ലാതെ ആർക്കും ഭഗവാന്റെ അടുത്തേക്ക് ശ്രീരാമനിലേക്ക് എത്താൻ കഴിയുകയില്ല. ദ്വാരപാലകൻ്റെ ലക്ഷണം യോഗവാസിഷ്ഠത്തിൽ പറയുന്നത് മോക്ഷദ്വാരേ ദ്വാരപാല ചത്വാര പരികീർത്തിത. 4 ദ്വാരപാലകരുണ്ട് മോക്ഷകവാടത്തിൽ. ശാന്തി, ആത്മവിചാരം, സന്തോഷം, സാധുസംഗമം. ഈ 4 ഗുണങ്ങളുമുള്ള ഒരേയൊരു ദ്വാരപാലകനാണ് ഹനുമാൻ. സാരൂപ്യമുക്തി നേടി വൈകുണ്ഠത്തിലെത്തിയ ഭഗവാന്റെ ദ്വാരപാലകരായ ജയവിജയന്മാർ പോലും ദുഷ്കർമ്മങ്ങൾ കൊണ്ട് വീണ്ടും അസുരന്മാരായി ജനിച്ച് ത്രിലോകങ്ങളെയും ദുരിതത്തിലാഴ്ത്തിയ കഥ എവർക്കും അറിയാവുന്നതാണല്ലോ. അതായത് പൂർണ്ണ സമർപ്പണം വന്നിട്ടില്ലെങ്കിൽ വൈകുണ്ഠത്തിലെത്തിയാൽ പോലും ഒരു ജീവൻ അധപതിക്കും. ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള ദ്വാരപാലകർ ഗൗരവമായ മുഖത്തോടുകൂടി മുദ്രകൾ പിടിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ചൂണ്ടുവിരൽ ശ്രീകോവിലിന് നേർക്ക് തിരിച്ചു പിടിച്ചത് ശുചിമുദ്ര. മുഷ്ടി അടച്ച് ചൂണ്ടുവിരൽ ഉയർത്തി നിൽക്കുന്നത് തർജിനി മുദ്ര. പുണ്യസ്ഥലത്ത് എത്തിയിരിക്കുന്നു, ചിന്തകളിലും പ്രവൃത്തികളിലും ജാഗ്രത പുലർത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്ന മുദ്ര. രാമസന്നിധിയിൽ എത്തുന്നവരെയെല്ലാം